ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലൂഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും. ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗമില്ലാത്ത സർവ്വരോഗ നിവാരണവും. കലിയുഗത്തിലെ ലോകമായ അത്ഭുതങ്ങൾ. ലോകത്തിലെ എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി കൽക്കി great miracles of the Kaliyuga for the wellness of the entire world. ഭൂലോകത്തിൻ ജഗന്നാഥനായി പൂമേനിക്ക് ജഗത്പ്രാണനായി സത്മനസ്സിന് ജഗദ്ഗുരുവായി ജനകദാഔഷന്നിലുഷന്നിന് പ്രണാമം. ലോക സമസ്ത സുഖിനോ ഭവന്തു. കൽക്കി கலியுகத்திலே மிகப்பெரிய அதிசயங்கள் உலகத்தின் நன்மைக்காக பாரதி அம்மா. மனிதனின் வாழ்க்கையில் வரும் எல்லா பிரச்சனைகளுக்கும் பரிகாரம். நோய், சேவினை, பில்லி சூனியம், முஜ்ஜன்ம பாவங்கள், பேய் விரட்டல், மனித உடம்பில் வரும் அனைத்து வியாதிகளுக்கும் மருத்துவமனை அணுகத் தேவையில்லை. இந்த மகாபாகியத்தை உங்கள் வாழ்க்கையில் அனுபவியுங்கள். பாரதியம்மாவின் ஆசியால் இங்கு ஜாதி மதம் வேறுபாடு கிடையாது. கல்கி பாரதி அம்மா, புரா 114, நல்லத்து ரோட், பூஜப்புரா, திருவனந்தபுரம், கேரளா, பாரதம். பின் 695012. ஃபோன் நம்பர் 8008974259. இமெயில் ushabharati11@gmail.com. யூடியூப் பாரதி அம்மா கலியுக அவதாரம். എൻ്റെ പേര് പ്രിൻസ് ശോഭനൻ, സ്ഥലം കൊല്ലം, താമസിക്കുന്നത് ഉള്ളൂർ, കൊച്ചുള്ളൂർ. ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം വെക്കേഷന് വന്നതാണ്. ഇവിടെ അമ്മയടുത്ത് വരാൻ തുടങ്ങിയിട്ട് 8 മാസം, ജൂൺ മുതലാണ് വരാൻ തുടങ്ങിയത്. 8 അല്ല, അതിൽ കൂടുതലായി. അപ്പം ഞാൻ ആദ്യം ഇവിടെ വരുമ്പം എനിക്ക് മെയിനായിട്ട് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. രാത്രി ഒരു 8 മണി ഒരു 9-10 മണിയാകുമ്പോൾ ഈ ഭയങ്കര ശ്വാസം മുട്ട്. അപ്പോൾ ആദ്യം എനിക്ക് മരുന്ന് ഇത്രയും വർഷം എടുക്കുക, അത് കൊച്ചിലെ മുതൽ എനിക്ക് ശ്വാസം മുട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ശ്വാസം മുട്ട് അങ്ങ് മാറി. വീണ്ടും ഞാൻ ഈ സിറ്റിയിൽ വന്ന് അപ്പോൾ എനിക്ക് വീണ്ടും ശ്വാസം മുട്ടായി. അപ്പോൾ ഈ ശ്വാസം മുട്ട് ഭയങ്കര കാഠിന്യമാണ്. രാത്രി ആകുമ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ മരുന്നൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ അമ്മയെടുത്ത് പറഞ്ഞ് അമ്മ പറഞ്ഞ് മരുന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണ്ട, അത് സ്റ്റോപ്പ് ചെയ്താൽ ബോഡിക്ക് അത് പ്രശ്നമാകുമെന്ന് വെച്ചുകൊണ്ട് സ്ലോലി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. മനസ്സിന്റെ കട്ടി ഇതുകൊണ്ട് അത് എനിക്ക് അപ്പൊ ആദ്യം ഞാനത് മരുന്ന് കഴിക്കാതെ തന്നെ കുറെ മാറി. വീണ്ടും അത് വീണ്ടും ശ്വാസമുട്ട് വന്നു. അപ്പം ആ ശ്വാസമുട്ട് വരുന്ന കഴിഞ്ഞ് ഒരു ദിവസങ്ങളിൽ എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പം ഈ ഓരോ അസുഖങ്ങൾ എനിക്ക് വരുന്ന അതിന്റെ നെക്സ്റ്റ് ഡേയിൽ കുറെ നല്ല നല്ല കാര്യങ്ങൾ ഭാഗ്യം എനിക്ക് കിട്ടി. ഇപ്പം തന്നെ 3-4 ദിവസത്തിന് മുന്നേ എനിക്ക് ഭയങ്കരമായ ശ്വാസം മുട്ടായിരുന്നു. ശ്വാസം മുട്ട് ഭയങ്കര ശ്വാസം മുട്ട് ഏകദേശം 1 വർഷം ആവാറായി. ഇത്രയും കാലം ഇല്ലാതിരുന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കര ശ്വാസം മുട്ട്, എനിക്ക് ഉറങ്ങാൻ വയ്യ. എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു നിർബന്ധിച്ച് മരുന്ന് കഴിക്കാൻ. ഞാൻ മരുന്ന് കഴിച്ചില്ല. ഞാൻ അങ്ങനെ അവിടെ മാറി ഒരു 3 ദിവസം ഫുള്ള് ഞാൻ ഉറങ്ങാതിരുന്നു. അമ്മയെ 3 പ്രാവശ്യം ഞാൻ വിളിച്ചു. ആദ്യത്തെ പ്രാവശ്യം 10-11 മണിയായപ്പോൾ വിളിച്ചു. 2 മണിയായപ്പോഴും ഞാൻ വിളിക്കണ്ട. വീണ്ടും ഞാൻ വിളിച്ചു. 4 മണിക്കും വിളിച്ചു. അപ്പം കുറച്ച് കുറഞ്ഞു. അപ്പൊ അമ്മയെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും ഉറങ്ങിയില്ല, ഈ അസുഖം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. അതിനുശേഷം പിന്നെ പകലുമൊക്കെ എനിക്ക് ശ്വാസം മുട്ടായിരുന്നു. ഒരു രാത്രി ഒരു 10 മണിയായപ്പോൾ എനിക്ക് തന്നെ അങ്ങ് മാറി. അപ്പം അതിന് രാത്രി അല്ല, ഒരു പകല് തന്നെ ഒരു 10 മണിയായപ്പോൾ തന്നെ ഞാനൊന്ന് അരമണിക്കൂർ ഉറങ്ങി. രാത്രിയാണ് ഞാൻ ഉറങ്ങാതിരുന്നത്. ഒരു 9-9:30 ആയപ്പോൾ ഉറങ്ങി. പിന്നെ ഷോപ്പിൽ ആരോ വന്നിട്ട് വിളിച്ചുണർത്തി. പക്ഷെ അരമണിക്കൂർ കൊണ്ട് ഞാൻ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എല്ലാ അസുഖവും മാറി. പിന്നെ കുറച്ചുണ്ട്, പക്ഷെ ഗ്രാജുവലി അതാ ഉറക്കത്തിന്റെ ക്ഷീണവും കാര്യങ്ങളും കൊണ്ട് പിന്നെ രാത്രി ഉറങ്ങി. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ഭയങ്കര ബോഡിക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ, ഭയങ്കര ഉന്മേഷം കിട്ടി. അപ്പൊ അത് നമ്മൾ നേരത്തെ മരുന്ന് കഴിച്ചിട്ടുള്ള ആ ഒരു ഇതല്ല, ഇതിപ്പോ അല്ലാതെ തന്നെ അതിനെങ്കിലും. പിന്നെ അതിനുശേഷം തന്നെ ഞാൻ എല്ലാ ഇതും ആക്റ്റീവായി. അപ്പൊ അതിന് ആ ടൈമിലാണ് എനിക്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അപ്പം ഷോപ്പ് കിട്ടി. ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഷോപ്പ് നാളെ ഓപ്പണിംഗ് ആണ്. ഒരാഴ്ച കൊണ്ട് തന്നെ അത് ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റി. അപ്പൊ പറ്റിയതല്ല, പറ്റും, നാളെ പറ്റും. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ സ്റ്റെപ്പ് സ്പീഡിൽ തന്നെ ഒരു ആഴ്ച കൊണ്ട് ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു. അതിപ്പോൾ എനിക്ക് അമ്മയ്ക്കറിയാം. അപ്പൊ അത് എൻ്റെ ഇതിലല്ല, എൻ്റെ ഫാമിലിയിലെ ഒരു ഇതിലാണ്. അപ്പൊ അമ്മ അതിന്റെ നടപടി പറഞ്ഞു. അപ്പൊ അത് എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ ഞാൻ ഇന്ന് ചെന്ന് എൻ്റെ വൈഫിനോട് അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് ഒരു 99.95% ചെയ്യാതിരിക്കാൻ തന്നെ നോക്കും. കാരണം ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വിപരീത ഫലം അത് ഭയങ്കര കാഠിന്യമാണ് അതിന്റെ. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് ഒരു പ്രാവശ്യം തന്നെ അനുഭവം ഉണ്ട്. കാരണം അതൊരു നമ്മള് കോൺവെർസേഷൻ ചെയ്തതിന്റെ ഒരു ഇതായിരുന്നു. പക്ഷെ അത് പറഞ്ഞ് ക്ലിയർ ആക്കിയപ്പോഴത്തേക്ക് അതിന്റെ അതങ്ങ് മാറി അതിന്റെ ഡബിള് തിരിച്ചു വന്നു.
പിന്നെ ഇന്ന് വരെയും ഒരു പ്രശ്നവുമില്ല. പ്രശ്നവുമില്ല. അങ്ങനെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നു. ആദ്യം ഒരു സ്റ്റാഫ് ഇവിടെ വരുന്നതിന് മുമ്പാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത്. ആ ദിവസം തന്നെ അതേ ദിവസം എക്സാക്ട് സെയിം ഡേ തന്നെയാണ് അടുത്ത ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ ദിവസത്തിന് ഭഗവാനായിട്ട് ബന്ധമൊന്നുമില്ല. ഇപ്പൊ രണ്ടാമത്തെ ഷോപ്പിനാണ് ഭഗവാനായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം. അപ്പം നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്താണ് ഈ ഷോപ്പ്. ഞാൻ എന്നും വന്ന് അമ്മയുടെ അടുത്ത് അതാണ് പറയുന്നത്, രണ്ട് കാര്യങ്ങൾ, എന്റെ ജോലിയുടെ കാര്യവും ഇതും. അപ്പൊ ഇത് അമ്മ അന്നും പറയും ഇത് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിരുന്നു നമുക്കത് കിട്ടും. അപ്പൊ അത് നമുക്ക് കിട്ടി. പിന്നെ ജോലിയുടെ ഇതും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് താല്പര്യം ഞാൻ ഇപ്പൊ നിൽക്കുന്നതിനാളാണ്. അപ്പൊ അതും എന്റെ മനസ്സിങ്ങനെ മാറി വരുന്നു. അപ്പം അത് അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇന്നലെ ഞാൻ ഈ ഷോപ്പ് കിട്ടിയപ്പോൾ തന്നെ താക്കോൽ ഇവിടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ അമ്മ പറഞ്ഞു അവിടെ 3 ശക്തികൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. ഫാമിലിയിൽ നിന്ന് ഞാൻ മാത്രമേ വരുന്നുള്ളൂ. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ആരെ ഫോഴ്സ് ചെയ്യരുത്. അപ്പം ഞാനത് എന്നിൽ കൂടെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് സോൾവ് ആയി. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് ഇതെല്ലാം ഏതാണ്ട് ഒരു 99% പ്രോബ്ലങ്ങൾ സോൾവ് ആയി. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ വന്നപ്പോഴും ഇന്നലെ രാത്രി വരെയും സ്മൂത്ത് ആയിരുന്നു. അപ്പൊ ഇത് അമ്മ പറഞ്ഞു. അമ്മ എന്നോട് നല്ല അടുപ്പവും എന്നോട് ഭയങ്കര സ്നേഹവുമാണ്. അതാണ് അമ്മ താക്കോല് തന്നപ്പോ തന്നെ നമുക്ക് അത് സംഭവിക്കരുത് എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ്. അമ്മ സാധാരണ അമ്മ അങ്ങനെ പറയത്തില്ല. അമ്മ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളത് അനുഭവിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷെ അമ്മ എന്നെ കൊണ്ട് അത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അമ്മ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയും. അപ്പൊ അത് നമ്മള് ചെയ്യത്തില്ല. അനുസരണയാണ് മെയിൻ ആയിട്ട്. നമ്മൾ ആദ്യ കാലത്തൊക്കെ 1-2 ഇതൊക്കെ എന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കുകൾ വന്നു. അപ്പൊ അതെല്ലാം അമ്മ ക്ലിയർ ആക്കി വന്നു. ഈ ഒരു കാര്യം ഇന്നലെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഇന്ന് പൂജയാണ്. അപ്പൊ ഇന്ന് ഇവിടെ വന്ന് ഡയറക്റ്റ് പറഞ്ഞ് ഇപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിനൊരു ആശ്വാസമായി. കാരണം ഞാനത് താക്കോല് മേടിച്ചു കഴിഞ്ഞ് അമ്മ അത് പറഞ്ഞ് നമ്മളടുത്ത് തിരുത്താൻ പറ്റിയത് തന്നെ നമ്മുടെ വലിയൊരു ഭാഗ്യം. കാരണം നമ്മൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നതെന്ന് പറയുന്നത് നമുക്കത് അക്സെപ്റ്റ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു നിലയിലേക്ക് എത്തി വരുന്നത്. അപ്പം അതിൽ നിന്നും നമ്മൾ ഉയർന്നു പോകാനും മറ്റുള്ളവർക്ക് നല്ലത് വരാനും വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കുകൾ വരുത്താതെ നമ്മൾ നോക്കണം. അപ്പം എൻ്റെ ഒരു ഇതില് അമ്മ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അമ്മ എനിക്ക് എല്ലാം പറഞ്ഞു തരും. ഇതിപ്പോ എനിക്കത് പറഞ്ഞു തന്നതിൽ തന്നെ വളരെ സന്തോഷവും ഉണ്ട്. കാരണം ഞാനൊരു വലിയ ഒരു ഇതിലോട്ടാണ് അത് ഇത് ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ അമ്മ അത് താക്കോല് കൊടുത്തപ്പോ തന്നെ അമ്മ പറഞ്ഞു ഇന്ന ഒരു കാര്യമുണ്ട്, അത് ചെയ്തു വെക്കണം. അപ്പൊ അത് എത്ര ദിവസം ചെയ്യണമെന്ന് അതിന്റെ കാഠിന്യം എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ അത് ഞാൻ ഒരു 10 വർഷം വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 10 വർഷവും വെച്ച് അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്ത് കാര്യങ്ങൾ സംഭവിക്കും എന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്റെ ജോലി എന്ന് പറയുന്നത് വളരെ റിസ്കി ജോബാണ്. അപ്പൊ അത് അമ്മയ്ക്ക് നല്ലതൊന്നും അറിയും. അപ്പൊ നമ്മൾ വീണ്ടും റിസ്ക് എടുത്ത് നമ്മുടെ തലയിൽ വെക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പം അതാണ് ഇന്ന് പൂജയ്ക്ക് തന്നെ ഞാൻ എല്ലാ ആൾട്ടർനേറ്റീവ് മന്തിലാണ് ഇപ്പൊ പൂജയ്ക്ക് വരുന്നത്. കഴിഞ്ഞ മാസം വലിയ പൂജയായിരുന്നു. അപ്പം അന്ന് എനിക്ക് ആ സമയത്ത് എനിക്ക് 1 മാസമാണ് ഇവിടെ ഞാൻ ഉള്ളത്. 1 മാസം ഇവിടെ ഇല്ല. അപ്പം എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം അമ്മയാണ്, ഭഗവാനും അമ്മയുമാണ്. കാരണം ഞാൻ എൻ്റെ ഇതിലെല്ലാം ഇവിടെ നിന്നാണ്. പിന്നെ ഇതിനു മുമ്പ് നന്നായിട്ടൊക്കെ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. പക്ഷെ ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങിയത് എന്റെ എല്ലാ ഇതും ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഒരു ഫാമിലി തന്നെയും ഒരുപാട് ഇഷ്യൂസ്. എൻ്റെ വൈഫും അതൊക്കെ ഓക്കെ, റിലേറ്റീവ്സിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷെ അപ്പൊ അതെല്ലാം ഞാൻ അമ്മയടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ചോദിച്ചിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ചോദിക്കാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ വിപരീത ഇതാണ്. അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും ചെയ്യുള്ളൂ. ഞാൻ എൻ്റെ ഫാമിലിയിലും പറഞ്ഞിട്ടുണ്ട്, പൂജയോ കാര്യങ്ങളോ എന്ത് ചെയ്യണമെങ്കിലും ഇവിടെ ചോദിച്ചിട്ട് ഇവിടെയാണ് അത് ചെയ്യുന്നത്.
അപ്പൊ അത് ഞാൻ മനസ്സിലാക്കി അതാണ് പോകുന്നത്. ഇപ്പൊ എനിക്കിങ്ങനെ ഒരു ഇത് വന്നത്, അത് അമ്മയ്ക്കും അത് എന്നെ തിരുത്താനും പറ്റി, എനിക്ക് ഞാനത് അമ്മയുടെ അടുത്ത് പറയാനും പറ്റി. അമ്മയുടെ അടുത്ത് പറയാതെ ഞാൻ ഇരുന്നാൽ ആ ദോഷം ഞാൻ പിടിച്ചു പോകാവുന്നതാണ്. കാരണം നമ്മൾ ഇത്രയും കിട്ടിയ കാര്യങ്ങൾ പിന്നെ അത് നമ്മൾ, അപ്പൊ അതുകൊണ്ട് മാക്സിമം ഞാൻ ഇന്ന് വീട്ടിലത് സംസാരിച്ച് അത് ക്ലിയർ ചെയ്തു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി. അപ്പൊ ഏതെങ്കിലും ഒരു അസുഖം വരുന്നെങ്കിൽ അതിന്റെ അടുത്ത ദിവസം അതിനുള്ള ഭാഗ്യവും. ഇത് ഈ നല്ലവണ്ണം ശ്വാസം മുട്ടൽ വന്ന് അതിന്റെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ഭഗവാൻ എന്ത് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞ മാത്രം 3 കാര്യങ്ങൾ, ഫ്രണ്ട്സിനായിട്ട് വേണ്ടി മാത്രം 3 കാര്യങ്ങളാണ്. ആ ഒരു കാര്യമാണ് ഈ കട. സാമ്പത്തികം, ശാരീരികം, മാനസികം. അത് 3 നേടാൻ പറ്റും. സന്തോഷത്തോടെ നേടിക്കൊള്ളണം. അതാ എനിക്ക് ആ ശ്വാസം മുട്ട് വന്നത് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് അന്നേരം കണക്കാക്കി. ഇവിടെ വരാൻ പറ്റിയതിനും വളരെ, ഇവിടെ എന്നെ കൊണ്ടുവന്നത് സനിൽ എന്നും പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ദിവസം മാത്രമേ എൻ്റെ ഷോപ്പിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഇന്നേ വരെ പുള്ളിയെ ഞാൻ ആ ഷോപ്പിൽ വെച്ച് കാണാനും പറ്റിയിട്ടില്ല. പുള്ളി ഞാനുള്ളപ്പം അല്ലാതെ വരുത്തതേ ഉള്ളൂ. ഒരു നിമിത്തം പോലെ എനിക്കിവിടെ വരാൻ പറ്റി. ഭഗവാൻ പറഞ്ഞ് വിചാരിച്ചാലും മാത്രമേ നമുക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. അതുപോലെ അത് സൂക്ഷിക്കുകയും വേണം. ഭഗവാൻ കൊണ്ടും വരും, അതുപോലെ നമ്മളത് സൂക്ഷിക്കുകയും വേണം. ഈ പിന്നെ പൂജ, ഈ അസുഖം വന്ന സമയത്ത് ഭഗവാൻ 11 മണിക്കൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് ഭഗവാൻ എന്താണ് പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞത് ഒരു മണി കൊടുക്കാൻ. അത് ശബരിമല ഭഗവാൻ 4 മണിക്ക് വിളിച്ചു. 4 മണി ഗണപതി ഭഗവാന്, ശ്രീപത്മനാഭ ഭഗവാന് ദക്ഷിണ മാറ്റിവെക്കാൻ പറഞ്ഞു. അപ്പൊ അതെല്ലാം നമുക്ക്, അതെല്ലാം ദക്ഷിണ ഇവിടെയാണ് ഞാനത് ഇവിടെയാണ് കൊണ്ടുവന്നത്. പക്ഷെ അപ്പൊ വന്ന് നിങ്ങൾക്കിട്ട ഈ ദോഷങ്ങൾ മാറ്റാൻ വന്നത് ആരൊക്കെയാണ്? ഗണപതി ഭഗവാനും പത്മനാഭ സ്വാമിയും ശബരിമല ഭഗവാനും. അപ്പം ഈ വൻ ശക്തികളെല്ലാം നിങ്ങളെടുക്ക വരുന്നെങ്കിൽ അത് ഇവിടെ നിന്നുള്ള ഇത് പറഞ്ഞിട്ടാണ്, കിട്ടിയിട്ടാണ്. അതിന്റെ അനുഭവം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അപ്പോഴ് തന്നെ ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുന്ന സ്ഥലമാണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ള തെളിവുകൾ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ അറിവ് തന്നെയാണ്. കാരണം ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടുമില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ഒരു കൊച്ചു കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവും. ഇത്രയും മതി ഇതിന്. അവരുടെ ബുദ്ധിമുട്ട് മാറ്റുന്നത് ഇന്നതിലൂടെയാണ്, ഇങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കാനുള്ള ആ ബുദ്ധി ആ കുട്ടികൾക്ക് ഉണ്ടാവുന്നു. 3 വയസ്സാവുന്ന കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്കത് എന്താണ്, അവർ അനുഭവിച്ചതിന്റെ പ്രശ്നം എന്താണെന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്രയും ആയ ഒരാൾക്ക് ഇതിനേക്കാളും നന്നായിട്ട് മുതിർന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവര് അത് മനസ്സിനെ പല പല ചിന്തകൾ കൊണ്ട് നിറച്ചിട്ട് അതിനെ അവരടിയിലോട്ട് വിടുന്നു. ഈ കിട്ടുന്ന മഹാഭാഗ്യം തുടക്കം മുതലേ ചേർത്ത് വെച്ചാൽ എല്ലാ ഭാഗ്യവും കിട്ടും. ഒന്നിനൊന്നിനു മീതെ ഒന്നായി ഭഗവാൻ അതിനെ വലുതാക്കി തന്നെ തരും. സ്വർഗീയ ജീവിതം തരാൻ ഭഗവാന് പറ്റും. സ്വർഗീയ ജീവിതം തരാൻ ഭഗവാന് പറ്റും. അതുകൊണ്ട് നമ്മളത് വാങ്ങിയെടുക്കും, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കണം, എല്ലാവർക്കും കിട്ടണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഉണ്ണി നഗർ, നല്ലത്ത് റോഡ്, പൂജപ്പുര, തിരുവനന്തപുരം, കേരള. ഫോൺ 8089742539 8089742539. ഇമെയിൽ ushabharati11@gmail.com. വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം.
ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും. ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗമില്ലാത്ത സർവ്വരോഗ നിവാരണവും. കലിക്ക് കലിയുഗത്തിലെ ലോകമുള്ള അനുഭവങ്ങൾ. ലോകത്തിലെ എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി കൽക്കി Great Miracles of the Kaliyuga for the wellness of the entire world. എല്ലാവർക്കും അറിയാം, അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും. ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗമില്ലാത്ത സർവ്വരോഗ നിവാരണവും. കലിക്ക് കലിയുഗത്തിലെ ലോകമുള്ള അനുഭവങ്ങൾ. ലോകത്തിലെ എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി കൽക്കി. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ അനുഭവത്തിൻ ജഗന്നാഥനായി, ഓമേനിക്കു ജഗത് പ്രാണനായി, സന്മനസ്സിൻ ജഗത് ഗുരുവായി, ജനകഥ ഔഷധോ ഇല്യൂഷനിൽ പ്രണാമം. കൽക്കി ഭാരതിയമ്മ, കൽക്കി TC 42/3481, PURA നമ്പർ 113, ഉണ്ണിനഗർ, നല്ലത്തുറോഡ്, പൂജപ്പുര, തിരുവനന്തപുരം, കേരള. ഫോൺ 8080742539, 8089742539. ഇമെയിൽ ushabharati11@gmail.com. വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം.